ഞാനിപ്പോൾ സൈപ്രസിൽ വന്നിട്ട് 7 മാസത്തോളമായി. അപ്പം നിങ്ങളും വരാൻ നിൽക്കുന്നവരാണെങ്കിൽ ഈ വീഡിയോ ഉറപ്പായിട്ടും കാണാം. ഓക്കെ, സോ ഇവിടേക്ക് വന്നു കഴിഞ്ഞാൽ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവുമോ, അല്ലെങ്കിൽ എന്താ വന്നിട്ട് എന്തെങ്കിലും കാര്യമുണ്ടോ, ഇവിടെ പഠിക്കുന്നതിൽ എന്തെങ്കിലും കാര്യമുണ്ടോ, ജോലി കിട്ടുമോ ബ്രോ, അങ്ങനെ കുറേ പേര് എൻ്റെ അടുത്ത് ചോദിച്ചിട്ടുണ്ട്. സോ എല്ലാത്തിൻ്റെയും മറുപടി ഞാൻ വീഡിയോ തരാം. ഫസ്റ്റ് ഓഫ് ഓൾ, ഇപ്പോൾ നിങ്ങൾ പഠിക്കാൻ വരുന്ന സ്റ്റുഡൻ്റ് ആണെങ്കിൽ പ്ലീസ് ഫോക്കസ് ഓൺ യുവർ സ്റ്റഡീസ്. ഓക്കെ, അതല്ലാതെ നിങ്ങൾ പാർട്ട് ടൈം ചെയ്ത് അല്ലെങ്കിൽ ഒത്തിരി ലോണൊക്കെ എടുത്ത് വരുന്നവരാണെങ്കിൽ വെരി ബാഡ് ടൈം. കാരണം നിങ്ങൾക്ക് എന്താ പറയുക, അത്ര എമൗണ്ട് തിരിച്ചടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. കാരണം ഇവിടെ യൂണിവേഴ്സിറ്റിയിൽ നമുക്ക് പൈസ അടയ്ക്കാനുണ്ട്, ഇയർലി ഇത്ര ഫീ വരും, എക്സ്പെൻസസ് എല്ലാം കൂടെ മീറ്റ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. സോ ഒത്തിരി ലോൺ എടുക്കുന്നവരൊന്നും സൈപ്രസിലേക്ക് വരാൻ നിൽക്കണ്ട. കാനഡ UK പോലെ പോയിട്ട് ലൈക്ക് 40 to 30 lakhs ഒക്കെ ലോൺ എടുത്തവർ അതെങ്ങനെയൊക്കെ അടയ്ക്കാനായിട്ട് അവിടെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട്. ലൈക്ക് പേയും കാര്യങ്ങളൊക്കെ നല്ല കൂടുതലാണ് ബാക്കിയുള്ള കൺട്രീസിൽ വെച്ച്. ഇവിടെ പേ കുറവാണ്. ഓക്കെ, ജോലിയില്ല എന്നല്ല, പേ കുറവാണ്. സോ ലോൺസൊന്നും കൃത്യമായിട്ട് അടയ്ക്കാൻ പറ്റിയെന്ന് വരില്ല. പിന്നെ ഇവിടെ ജോലി ഉണ്ടോ എന്നുള്ള കാര്യത്തിലേക്കാണ് ഇനി അടുത്തത്. ജോലികളുണ്ട്. ഓക്കെ, 6 to 7 months നിങ്ങൾക്ക് പിടിച്ചു വെക്കാൻ പറ്റുവാണെങ്കിൽ ഇവിടെ ജോലികളുണ്ട്. പിൻ കാർഡ് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ പാർട്ട് ടൈം ആയിട്ട് ഡെലിവറി ചെയ്യാനുള്ള ഓപ്ഷനുണ്ട്. പിന്നെ അല്ലാണ്ടും എന്താ പറയുക, ഇങ്ങനെ ചില ഷോപ്പുകളിലൊക്കെ ജോലി കിട്ടും, അവർ തരും. ഇപ്പോൾ നിലവിൽ നമുക്ക് ജോലി ചെയ്യാൻ നല്ല റെസ്ട്രിക്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇവിടെ. ബട്ട് ചിലയിടത്തൊക്കെ തരും, അവരത് വലിയ വിഷയമാക്കൂല. ഒരിക്കലും പാർട്ട് ടൈമിനെ ഫോക്കസ് ചെയ്തായിരിക്കരുത്. നിങ്ങൾ സ്റ്റഡീസും നല്ല രീതിക്ക് മുന്നോട്ട് കൊണ്ടുപോകാൻ നോക്കുക. കാരണം ശരിക്കും പഠിച്ചു കഴിഞ്ഞാൽ ഇവിടെ അത്യാവശ്യം ഡിഗ്രീസിനൊക്കെ അത്യാവശ്യം നല്ല വാല്യൂ ഉണ്ട്. ലൈക്ക് ഞാൻ പഠിക്കുന്നത് UCLan യൂണിവേഴ്സിറ്റിയിലാണ്. അപ്പം അവിടുത്തെ ഡിഗ്രിക്കൊക്കെ UK ഡിഗ്രിയാണ്. സോ ഒബ്വിയസ്ലി ഡിഗ്രിക്ക് നല്ല വാല്യൂ ഉണ്ട്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ കൂടെ സ്കില്ല് എന്തെങ്കിലുമൊക്കെ ഡെവലപ്പ് ചെയ്യുവാണെങ്കിൽ ഫ്യൂച്ചർ ഉണ്ട്. അല്ലെങ്കിൽ ഇവിടെ നിന്ന് നിങ്ങൾക്ക് വേറെ കൺട്രീസിലേക്ക് ഫ്യൂച്ചറിൽ മൂവ് ചെയ്യാനുള്ള ഓപ്ഷനും ഉണ്ട്, റാസ്മസിനൊക്കെ പറഞ്ഞിട്ട്. അപ്പം സ്റ്റഡീസിൽ എന്തായാലും ഫോക്കസ് ചെയ്യാൻ നോക്കുക. പാർട്ട് ടൈമിൽ തന്നെ മെയിനായിട്ട് ചുറ്റിപ്പറ്റി നിൽക്കുക. കുറേ പിള്ളേർ ചെയ്യുന്ന മിസ്റ്റേക്ക് അതാണ്. ലൈക്ക് അവർ പഠിത്തമൊന്നും നോക്കാണ്ട് പാർട്ട് ടൈം എന്ന് പറഞ്ഞാൽ അങ്ങനെയൊക്കെ പോകും. സോ ഡോണ്ട് ബി ലൈക്ക് ദാറ്റ്. പിന്നെയുള്ള എൻക്വയറീസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ വർക്ക് പെർമിറ്റിന് വരാൻ പറ്റുമോ, ലൈക്ക് ഇവിടേക്ക് വർക്ക് പെർമിറ്റിന് ആൾക്കാർ വരുന്നുണ്ട്. ഓക്കെ, മലയാളികളാണെങ്കിലും ഇഷ്ടംപോലെ ആൾക്കാർ വർക്ക് പെർമിറ്റിൽ കൊണ്ട് വരുന്നുണ്ട്. വർക്ക് പെർമിറ്റിൻ്റെ കാര്യം എനിക്ക് അത്ര ക്ലിയർലി അറിയില്ല. പക്ഷേ ഇവിടെ ഇലക്ട്രീഷ്യൻസ്, പ്ലംബിങ്, അങ്ങനത്തെയുള്ള കുറേ സ്കിൽഡ് ആൻഡ് അൺസ്കിൽഡ് വർക്ക്സിന് ആൾക്കാർ വരുന്നുണ്ട്. സോ നിങ്ങൾ അങ്ങനെ നോക്കുന്നതാണെങ്കിൽ നാട്ടിൽ ഇഷ്ടംപോലെ ഏജൻസീസ് ഉണ്ട്. സോ നിങ്ങൾക്ക് വർക്ക് പെർമിറ്റ് റിലേറ്റഡ് എന്തെങ്കിലും ഇഷ്യൂസോ കാര്യങ്ങളോ അറിയണമെന്നുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്താൽ മതി. ഞാൻ നിങ്ങൾക്ക് DM ചെയ്യാം വാട്സാപ്പിൽ. വർക്കിനാണേലും നല്ല കൺട്രിയാണ്. ലൈക്ക് എനിക്ക് തോന്നുന്നു €1,000 to €1,200 വരെ ആവറേജ് പേ ഉണ്ട്. പിന്നെ സൈപ്രസ് എന്ന കൺട്രി ഷെങ്കൻ ആവുമെന്നൊക്കെ പറയുന്നു. 2026 ഷെങ്കനൊക്കെ ആവുകയാണെങ്കിൽ അടിപൊളി. കാരണം വരുന്ന സ്റ്റുഡൻസിനാണെങ്കിലും എല്ലാവർക്കും അത് ഭയങ്കര ഉപകാരമായിരിക്കും. ഇവിടെ നമുക്ക് ഏത് കൺട്രിയിലേക്കും ട്രാവൽ ചെയ്യാം. സോ ഹോപ്പ്ഫുള്ളി ആവുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഈ വീഡിയോനെ അവസാനിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ ബൈ, അടുത്ത വീഡിയോയിൽ വരാം.